ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്, ഒരു സൂചിക, മെർസേഴ്സ് ആനുവൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്. അമേരിക്കയുടെ ഹ്യൂമൻ റിസോഴ്സ് കൺസൾട്ടിംഗ് ഫേമായ മെർസറാണ് എല്ലാ വർഷവും ഈ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ലോകത്തെ ഓരോ സിറ്റികളുടെയും ജീവിത ചിലവുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇങ്ങനെയൊരു ലിസ്റ്റിംഗ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അവിടെ ജോലി ചെയ്യുന്ന നോൺ നേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ സാലറി സ്ട്രക്ചർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയിലാണ് ഇങ്ങനൊരു ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അമേരിക്കയുടെ ഹ്യൂമൻ റിസോഴ്സ് കൺസൾട്ടിംഗ് ഫേമാണ് മെർസർ എന്ന്. മെർസർ നിലവിൽ വരുന്നത് 1945 മെർസറിൻ്റെ CEO മാർട്ടിൻ ഫെർലാൻഡാണ്. അപ്പോൾ മെർസറിൻ്റെ ഈ ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോങ്കോങ് ആണ്. അപ്പോൾ മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റി ഇൻ ദ വേൾഡ് അക്കോർഡിംഗ് ടു മെർസേഴ്സ് ആനുവൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോങ്കോങ് ആണ്. രണ്ടാമതുള്ളത് ഏഷ്യൻ രാജ്യമായ തുർക്ക്മെനിസ്ഥാൻ്റെ ക്യാപിറ്റലായ അഷ്ഗാബാദാണ്. മൂന്നാം സ്ഥാനത്തുള്ളത് ജപ്പാൻ്റെ ക്യാപിറ്റലായ ടോക്കിയോ ആണ്. അപ്പോൾ മെർസർ ആനുവൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സിൽ ടോപ്പ് ചെയ്യുന്ന സിറ്റി ഏതാണ്? ഹോങ്കോങ് ആണ്. രണ്ടാം സ്ഥാനത്തുള്ളത് അഷ്ഗാബാദും മൂന്നാം സ്ഥാനത്തുള്ളത് ടോക്കിയോ ആണ്. ഇന്ത്യയിൽ നിന്നുള്ള സിറ്റീസിൽ ഏറ്റവും ടോപ്പ് ചെയ്യുന്നത് മുംബൈയാണ്. ഗ്ലോബൽ റാങ്കിങ്ങിൽ മുംബൈയുടെ സ്ഥാനം 60ആണ്. ഏഷ്യൻ റാങ്കിങ്ങിൽ 19ാമതുമാണ്. ഇനി നമുക്ക് ടോപ്പ് ചെയ്യുന്ന ഇന്ത്യൻ സിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലായിട്ടുള്ള ഇന്ത്യൻ സിറ്റീസ്, ജീവിത ചെലവ് കൂടുതലായിട്ടുള്ള ഇന്ത്യൻ സിറ്റീസ് ഏതൊക്കെയാണ്? മുംബൈയാണ് അതിൽ ഏറ്റവും ടോപ്പ് ചെയ്യുന്നത്. രണ്ടാം സ്ഥാനത്തുള്ളത് ഡൽഹിയും മൂന്നാം സ്ഥാനത്തുള്ളത് ചെന്നൈയുമാണ്. മുംബൈയുടെ ഗ്ലോബൽ റാങ്കിങ് നമ്മൾ പറഞ്ഞു 60ാമതാണ്. ന്യൂഡൽഹിയുടെ സ്ഥാനം 101ാമതും ചെന്നൈയുടെ സ്ഥാനം 143ാമതുമാണ്. അപ്പോൾ മെർസേഴ്സ് ആനുവൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സിൽ ടോപ്പ് ചെയ്യുന്ന സിറ്റി ഏതാണ് വേൾഡിൽ? ഹോങ്കോങ് ആണ്. ഇന്ത്യയിൽ നിന്ന് ടോപ്പ് ചെയ്യുന്നത് മുംബൈ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പേഴ്സണാലിറ്റിയാണ്, കാതറിൻ ഡി സള്ളിവൻ. നാസ, അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ബഹിരാകാശ യാത്രികയും അതുപോലെ തന്നെ ജിയോളജിസ്റ്റുമാണ് കാതറിൻ ഡി സള്ളിവൻ. അതുപോലെ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ അമേരിക്കൻ വനിതയും കാതറിൻ ഡി സള്ളിവനാണ്. എന്താണ് കറണ്ട് അഫയേഴ്സിൽ കാതറിൻ ഡി സള്ളിവൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ മരിയാന ട്രഞ്ച്, അപ്പോൾ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? മരിയാന ട്രഞ്ചാണ്. മരിയാന ട്രഞ്ചിൽ എത്തിച്ചേർന്ന ആദ്യ വനിത എന്ന റെക്കോർഡ് നേടിയിരിക്കുകയാണ് കാതറിൻ ഡി സള്ളിവൻ. അപ്പോൾ കാതറിൻ ഡി സള്ളിവനാണ് ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ മരിയാന ട്രഞ്ചിൽ എത്തിച്ചേർന്ന ആദ്യ വനിത. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 1-2 ഇൻ്റർനാഷണൽ ഡേയ്സ് ആണ്. അതിലൊന്നാണ് വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ, അല്ലെങ്കിൽ ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനം എന്നാണ് നമ്മൾ ആചരിക്കുന്നത്. ജൂൺ മാസം 15-ാം തീയതിയാണ്. ഐക്യരാഷ്ട്രസഭയാണ് എല്ലാ വർഷവും ജൂൺ മാസം 15 ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. 2020 ലോക വയോജന വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിഫ്റ്റിംഗ് അപ്പ് വോയിസസ് എന്നാണ്. അപ്പോൾ വൃദ്ധജനങ്ങളോട് നമ്മൾ ആദരവ് പുലർത്തുന്നതിനും അവരെ മാറ്റി നിർത്താതിരിക്കുന്നതിനും അവരെ ബഹുമാനിക്കുന്നതിനും അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നതിനും വേണ്ട ഒരു ആവശ്യകത എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ എന്നാണ് ജൂൺ മാസം 15. 2020 വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേയോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് സേഫ് ഗാർഡ് ഓൾഡർ പേഴ്സൺസ് ഡ്യൂറിങ് COVID-19 ആൻഡ് ബിയോണ്ട്. നമുക്കറിയാം, COVID-19 എന്ന മഹാമാരി ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് പ്രായമായ ആൾക്കാരെയാണ്. അപ്പോൾ അവർക്ക് വേണ്ട കരുതലും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഗ്ലോബൽ ക്യാമ്പയിൻ ഐക്യരാഷ്ട്രസഭ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ക്യാമ്പയിൻ്റെ പേരെന്താണ്? സേഫ് ഗാർഡ് ഓൾഡർ പേഴ്സൺസ് ഡ്യൂറിങ് COVID-19 ആൻഡ് ബിയോണ്ട്. 2020 വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേയുടെ പ്രമേയം ലിഫ്റ്റിംഗ് അപ്പ് വോയിസസ് എന്നാണ്. അപ്പോൾ അത് കൺഫ്യൂഷൻ വരണ്ട. തീം ലിഫ്റ്റിംഗ് അപ്പ് വോയിസസ്, ഗ്ലോബൽ ക്യാമ്പയിൻ്റെ പേര് സേഫ് ഗാർഡ് ഓൾഡർ പേഴ്സൺസ് ഡ്യൂറിങ് COVID-19 ആൻഡ് ബിയോണ്ട് എന്നാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്, ഗ്ലോബൽ വിൻഡ് ഡേ. ഇപ്പോൾ വിൻഡ് എനർജിയെ സംരക്ഷിക്കുന്നതിനും അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും നമുക്ക് മറ്റ് റിന്യൂവബിൾ അല്ലാത്ത എനർജി റിസോഴ്സസിന് പകരമായിട്ട് വിൻഡ് എനർജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ആവശ്യകത എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ജൂൺ മാസം 15 ഗ്ലോബൽ വിൻഡ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഗ്ലോബൽ വിൻഡ് ഡേ ആചരിച്ചു തുടങ്ങിയത് 2007 യൂറോപ്പിലായിരുന്നു. ഇത് വേൾഡ് വൈഡ് ആയിട്ട് ആചരിച്ചു തുടങ്ങിയത് 2009. ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ഗ്ലോബലി വിൻഡ് യൂറോപ്പും അതുപോലെ ഗ്ലോബൽ വിൻഡ് എനർജി കൗൺസിൽ GWECയും ചേർന്നാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു റീഅപ്പോയിൻമെൻ്റ് ആണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായിട്ട് വീണ്ടും നിയമിച്ചിരിക്കുകയാണ് ശ്രീ KK വേണുഗോപാലിനെ. അദ്ദേഹം ലീഡിംഗ് ലോയറാണ്. 2017 അദ്ദേഹത്തെ
അപ്പോയിൻറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ടെനുവർ 1 വർഷം കൂടെ നീട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ ഇന്ത്യയുടെ അറ്റോർണി ജനറലായിട്ട് വീണ്ടും നിയമിതനായ വ്യക്തി കെ വേണുഗോപാലാണ്. ഇനി നമുക്ക് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ പറ്റിയുള്ള ചില ഭരണഘടനാപരമായ ഫാക്ട്സ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. അദ്ദേഹം നമ്മുടെ രാജ്യത്തെ ഹയസ്റ്റ് ലോ ഓഫീസറാണ്. അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡൻ്റാണ്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ലീഗൽ മാറ്റേഴ്സിലും അസിസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയിലെ ജഡ്ജാകാൻ യോഗ്യതയുള്ള വ്യക്തിയാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് നിയമിക്കുന്നത്. സുപ്രീം കോടതിയിലെ ജഡ്ജ് ആകണമെങ്കിൽ ഹൈക്കോടതിയിൽ മിനിമം 5 വർഷമെങ്കിലും ജഡ്ജായിട്ട് സേവനമനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ 10 വർഷമെങ്കിലും അഡ്വക്കേറ്റായിട്ട് സേവനമനുഷ്ഠിക്കുകയോ വേണം. അപ്പോൾ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയുടെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ആർട്ടിക്കിളിലാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ മെൻഷൻ ചെയ്യുന്നത്? 76 നിയമിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഹി ഈസ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രി. നിലവിലെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ശ്രീ കെ വേണുഗോപാലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് COVID-19 പശ്ചാത്തലത്തിൽ സുരക്ഷാ സേനാംഗങ്ങളുടെ യൂണിഫോമുകൾ സാനിറ്റൈസ് ചെയ്യുന്നതിന് DRDO ലോഞ്ച് ചെയ്ത ഒരു സാനിറ്റൈസിങ് ചേംബറാണ് ജെർമി ക്ലീൻ. 25 പേരോളം യൂണിഫോംസ് 15 മിനിറ്റ് കൊണ്ട് തന്നെ സാനിറ്റൈസ് ചെയ്യാൻ കഴിയുന്ന ചേംബറാണ് ജെർമി ക്ലീൻ. അപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് DRDO ആണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. DRDO നിലവിൽ വരുന്നത് 1958 DRDOയുടെ ചെയർമാനായിട്ടുള്ള വ്യക്തി ഡോക്ടർ G സതീഷ് റെഡ്ഡിയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രൽ റെയിൽവേ സോൺ ലോഞ്ച് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് തെർമൽ സ്ക്രീനിങ് സിസ്റ്റത്തെ പറ്റിയാണ്. ഒരു തെർമൽ സ്ക്രീനിങ് സംവിധാനം. COVID-19 പശ്ചാത്തലത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേര് Febri എന്നാണ്. അപ്പോൾ കോവിഡിൻ്റെ എന്തെങ്കിലും സിംറ്റംസോ ഹൈ ടെമ്പറേച്ചറോ യാത്രക്കാർക്കുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് തെർമൽ സ്ക്രീനിങ് സിസ്റ്റമാണ് Febri. ലോഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സെൻട്രൽ റെയിൽവേ സോണിലാണ്. സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ സെൻട്രൽ റെയിൽവേ സോണിൽ ലോഞ്ച് ചെയ്ത മറ്റ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മ, ഓട്ടോമേറ്റഡ് ടിക്കറ്റ് ചെക്കിംഗ് ആൻഡ് മാനേജിങ് ആക്സസ്. അപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ട് ടിക്കറ്റ്സ് എല്ലാം യാത്ര ചെയ്യുന്നവരുടെ ടിക്കറ്റ്സ് ചെക്ക് ചെയ്യുന്ന സംവിധാനമാണ് ആത്മ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഒരു റോബോട്ടിക് ഫെസിലിറ്റി. COVID-19 പശ്ചാത്തലത്തിൽ സെൻട്രൽ റെയിൽവേ സോണിൽ ലോഞ്ച് ചെയ്ത റോബോട്ടിക് ഫെസിലിറ്റി ആയിരുന്നു ക്യാപ്റ്റൻ അർജുൻ. അർജുൻ്റെ ഫുൾ ഫോം എന്താണ്? ആൾവേസ് ബി റെസ്പോൺസിബിൾ ആൻഡ് ജസ്റ്റ് യൂസ് ടു ബി നൈസ് എന്നാണ്. അപ്പോൾ അത് ലോഞ്ച് ചെയ്തതും സെൻട്രൽ റെയിൽവേ സോണിലാണ്. സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അപ്പോൾ Febri എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് തെർമൽ സ്ക്രീനിങ് സിസ്റ്റം ലോഞ്ച് ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ പറ്റിയാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നമ്മുടെ രാജ്യത്തെ ഹൈവേകളിൽ 51,000 കിലോമീറ്റർ ഹൈവേ മാനേജ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്താണ് കറണ്ട് അഫയേഴ്സിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ നിർമ്മാണ മേഖലാ സ്ഥാപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണം നടപ്പിലാക്കിയ ആദ്യ നിർമ്മാണ മേഖലാ സ്ഥാപനം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് 1988 യൂണിയൻ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേയുടെ കീഴിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലനിൽക്കുന്നത്. ഇതിൻ്റെ ചെയർമാനായിട്ടുള്ള വ്യക്തി ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു IAS ആണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേയുടെ കീഴിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞു. മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ ആരാണ്? ശ്രീ നിതിൻ ഗഡ്കരിയാണ്. അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ടുള്ള വ്യക്തി ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു IAS ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒഡീഷ സംസ്ഥാനത്തെ പറ്റിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്കായിട്ടുള്ള ഹോസ്റ്റലിന് ISO സർട്ടിഫിക്കേഷൻ നിലവിൽ വന്നിരിക്കുന്നത് ഒഡീഷയിലാണ്. ഇപ്പോൾ ട്രൈബൽ സ്റ്റുഡൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഹോസ്റ്റലിന് ISO സർട്ടിഫിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഒഡീഷ സർക്കാർ. ഒഡീഷ സർക്കാരിൻ്റെ SC/ST വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്ത മിഷൻ സുവിദ്യ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ISO സർട്ടിഫിക്കേഷൻ ലോഞ്ച് ചെയ്തത്. ട്രൈബൽ ഹോസ്റ്റലിൽ എല്ലാവിധ അമ്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മിഷൻ സുവിദ്യ എന്ന പദ്ധതി ഒഡീഷ സംസ്ഥാനം ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹോസ്റ്റലുകൾക്ക് ISO സർട്ടിഫിക്കേഷൻ നിലവിൽ വന്നിരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഡാമുകളാണ്. അതിലൊന്നാണ് മഹാനദിയിലെ ഹിരാക്കുഡ് ഡാം. പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ഹിരാക്കുഡ് ഡാം. മഹാനദിയിലാണ്. ഏത് ഡിസ്ട്രിക്റ്റിലാണ്? സംബൽപൂർ ഡിസ്ട്രിക്റ്റിലാണ്. അതുപോലെ സംഘ് നദിയിലെ മന്ദിര ഡാം സുന്ദർഗർ ഡിസ്ട്രിക്റ്റിലെ മന്ദിര ഡാം. അതുപോലെ ജോങ് നദിയിലെ പട്ടോര ഡാം
നുവാപാദ ഡിസ്ട്രിക്റ്റിലെ പട്ടോര ഡാം, അതുപോലെ ബ്രാഹ്മണി നദിയിലെ രംഗാലി ഡാം, ആംഗുൾ ഡിസ്ട്രിക്റ്റിലെ ബ്രാഹ്മണി നദിയിലെ രംഗാലി ഡാം. ഇതൊക്കെയാണ് ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ. ഒഡീഷയുടെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഡാംസ് കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മധ്യപ്രദേശ് സംസ്ഥാനത്തെ പറ്റിയാണ്. മധ്യപ്രദേശ് സംസ്ഥാനത്തെ പറ്റിയുള്ള റിലേറ്റഡ് ഫാക്ട്സും അവരുടെ റീസെൻറ്റ് പ്രോഗ്രാംസും എല്ലാം നമ്മൾ മുൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് തീർച്ചയായും കാണുക. റീസെൻ്റായിട്ട് വികലാംഗരായ അംഗൻവാടി പ്രവർത്തകർക്ക് കൊറോണ വാരിയേഴ്സ് എന്ന പദവി നൽകിയിരിക്കുകയാണ് മധ്യപ്രദേശ് സർക്കാർ. അപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ സമൂഹ വ്യാപനം തടയുന്നതിനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും വോളണ്ടിയറായിട്ട് സേവനം ചെയ്യുന്നതിനുമൊക്കെ മുൻപന്തിയിലുള്ളവരാണ് അംഗൻവാടി തൊഴിലാളികൾ. അപ്പോൾ വികലാംഗരായ അംഗൻവാടി പ്രവർത്തകർക്ക് കൊറോണ വാരിയേഴ്സ് എന്ന ടൈറ്റിൽ നൽകി ആദരിച്ചിരിക്കുകയാണ് മധ്യപ്രദേശ് സംസ്ഥാനം. മധ്യപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ നമുക്കറിയാം ശ്രീ ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഗവർണർ ശ്രീ ലാൽജി ടണ്ടനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റീസെൻ്റായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് അനൗൺസ് ചെയ്ത 1-2 അവാർഡ്സാണ്. പി കേശവദേവ് മെമ്മോറിയൽ അവാർഡ്സ്. 16ാമത് പി കേശവദേവ് മെമ്മോറിയൽ അവാർഡ്സാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പി കേശവദേവ് ആരാണ്? അദ്ദേഹം പ്രശസ്തനായ മലയാളം നോവലിസ്റ്റും ചെറുകഥാകൃത്തും നാടകകൃത്തും അതുപോലെ തന്നെ തൊഴിലാളി പ്രസ്ഥാനം പ്രവർത്തകനൊക്കെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനനം 1904 മരണം 1983 അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കേശവപിള്ള എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ലോഞ്ച് ചെയ്ത കേശവദേവ് മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ അവാർഡുകളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. കേശവദേവ് ട്രസ്റ്റാണ് ഇത് വിതരണം ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട അവാർഡാണ് കേശവദേവ് സാഹിത്യ പുരസ്കാരം. അത് ലഭിച്ചിരിക്കുന്നത് ചലച്ചിത്ര നിരൂപണത്തിന് ശ്രീ വിജയകൃഷ്ണനാണ്. അപ്പോൾ കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീ വിജയകൃഷ്ണനാണ്. അതുപോലെ തന്നെ മറ്റൊരു അവാർഡാണ് ഡയബ് സ്ക്രീൻ കേരള കേശവദേവ് അവാർഡ്. അത് ലഭിച്ചിരിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസം നടത്തുന്നതിന് ഡോക്ടർ അരുൺ ബി നായർക്കാണ്. അപ്പോൾ കേശവദേവ് അവാർഡുകൾ ഏതൊക്കെയാണ്? കേശവദേവ് സാഹിത്യ പുരസ്കാരം അത് ലഭിച്ചിരിക്കുന്നത് ശ്രീ വിജയകൃഷ്ണനാണ്. അതുപോലെ ഡയബ് സ്ക്രീൻ കേരള കേശവദേവ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ അരുൺ ബി നായർക്കാണ്. ശ്രീ കേശവദേവിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രധാന നോവലുകൾ ഓടയിൽ നിന്ന്, ഭ്രാന്താലയം, കണ്ണാടി, അയൽക്കാർ, എനിക്കും ജീവിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന നാടകങ്ങൾ നാടകകൃത്ത്, മുന്നോട്ട്, പ്രധാനമന്ത്രി എന്നിവയാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടതാണ് മാതൃഭൂമി, പ്രമുഖ മാധ്യമ സ്ഥാപനമായ മാതൃഭൂമിയുടെ പുതിയ MD ആയിട്ട് ചുമതലയേറ്റിരിക്കുകയാണ് ശ്രീ MV ശ്രേയാംസ് കുമാർ. മുൻ MLA ആയ ശ്രീ MV ശ്രേയാംസ് കുമാർ. മാതൃഭൂമി നിലവിൽ വരുന്നത് 1923 മാതൃഭൂമിയുടെ ആദ്യ എഡിറ്ററായിട്ടുള്ള വ്യക്തി ശ്രീ KP കേശവമേനോനാണ്. അതുപോലെ മാതൃഭൂമിയുടെ ആദ്യ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള വ്യക്തി K മാധവൻ നായരാണ്. നിലവിലെ ചെയർമാൻ PV ചന്ദ്രനാണ്. അപ്പോൾ മാതൃഭൂമിയുടെ പുതിയ MD ആയിട്ട് ചുമതലയേറ്റിരിക്കുകയാണ് ശ്രീ MV ശ്രേയാംസ് കുമാർ. അതുപോലെ മാതൃഭൂമിയുടെ ചെയർമാൻ ശ്രീ PV ചന്ദ്രൻ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ ഡേ ആണ്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസ്. വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിൽ ചെയ്ത് തങ്ങളുടെ കുടുംബത്തെയും അതുപോലെ തന്നെ മക്കളെയൊക്കെ സംരക്ഷിക്കുന്ന പ്രവാസികളെ അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസ്. ഐക്യരാഷ്ട്രസഭയാണ് ഇങ്ങനെ ഒരു ദിവസം പ്രവാസികളെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആചരിക്കുന്നത്. അതെന്നാണ് ആചരിക്കുന്നത്? ജൂൺ മാസം 16 അപ്പോൾ ജൂൺ മാസം 16 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് COVID-19 പശ്ചാത്തലത്തിൽ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും അതുപോലെ തന്നെ UN സബ് ഓർഗനൈസേഷനായ യൂണിസെഫും ചേർന്ന്, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ടും ചേർന്ന് പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ടാണ്. അതിൻ്റെ പേര് COVID-19 ആൻഡ് ചൈൽഡ് ലേബർ, എ ടൈം ഓഫ് ക്രൈസിസ്, എ ടൈം ടു ആക്ട് എന്നാണ്. അപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ ബാലവേലകൾ കൂടുന്നതിൽ ആശങ്കപ്പെട്ടുകൊണ്ട് UN സബ് ഓർഗനൈസേഷനായ യൂണിസെഫും അതുപോലെ ILOയും ചേർന്ന് ലോഞ്ച് ചെയ്ത ഒരു റിപ്പോർട്ടാണ് COVID-19 ആൻഡ് ചൈൽഡ് ലേബർ, എ ടൈം ഓഫ് ക്രൈസിസ്, എ ടൈം ടു ആക്ട് എന്നുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ബാലവേലകളുടെ അളവ് കൂടും എന്നാണ് അവർ കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ വർക്കിംഗ് അവേഴ്സും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. COVID-19 മൂലമുണ്ടായ ഈ പ്രത്യേക സാഹചര്യത്തിൽ പട്ടിണിയുടെ അളവ് വളരെ കൂടുതലാകാനും അതനുസരിച്ച് ബാലവേലയുടെ അളവ് കൂടാനും സാധ്യതയുണ്ട് എന്നാണ് അവരുടെ വിലയിരുത്തൽ. വേൾഡ് ഡേ അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. ബാലവേല വിരുദ്ധ ദിനം എന്നാണ്. ജൂൺ മാസം 12 അതുപോലെ ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നിലവിൽ വന്നത് 1919 ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. നിലവിലെ ഡയറക്ടർ ജനറൽ ഗൈ റൈഡറാണ്. അതുപോലെ യൂണിസെഫ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് നിലവിൽ വന്നത് 1946 ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. നിലവിലെ ഡയറക്ടർ ജനറൽ ഹെൻറിറ്റ H. ഫോർ ആണ്.
അപ്പോൾ COVID-19 ആൻഡ് ചൈൽഡ് ലേബർ എ ടൈം ഓഫ് ക്രൈസിസ് എ ടൈം ടു ആക്ട് എന്ന റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും UN സബ് ഓർഗനൈസേഷനായ യൂണിസെഫും ചേർന്നാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടിംഗ് മെമ്പറായ ശ്രീ ദാദാഭായ് നവറോജിയെ പറ്റിയുള്ള ഒരു പുസ്തകമാണ് റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തൊരു പുസ്തകം. അതിൻ്റെ പേര് നവറോജി പൈനിയർ ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്നാണ്. ഇത് എഴുതിയിരിക്കുന്നത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് കരോളിനയിലെ പ്രൊഫസറായ ദിന്യർ പട്ടേലാണ്. പുസ്തകത്തിൻ്റെ പേര് നവറോജി പൈനിയർ ഓഫ് ഇന്ത്യൻ നാഷണലിസം എ ബയോഗ്രഫി ഓഫ് ദാദാഭായ് നവറോജി. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടിംഗ് മെമ്പറായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആദ്യ ബ്രിട്ടീഷ് MP അദ്ദേഹമാണ്. ഗാന്ധിജിയെയും നെഹ്റുവിനെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച വ്യക്തി കൂടെയാണ് ശ്രീ ദാദാഭായ് നവറോജി. അപ്പോൾ ദാദാഭായ് നവറോജിയെക്കുറിച്ചുള്ള പുസ്തകം നവറോജി പൈനിയർ ഓഫ് ഇന്ത്യൻ നാഷണലിസം. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്ഥാപനമായ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുകയാണ് ഇംതിയാസുർ റഹ്മാൻ. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് 2003 ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ സ്പോൺസേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, BOB ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്കും അതുപോലെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LICയും ചേർന്നാണ്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്പോൺസേഴ്സ് ഏതൊക്കെ ബാങ്കുകളാണ്? SBIയും BOBയും PNBയുമാണ്. അതുപോലെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനമായ LICയുമാണ്. ഇപ്പോൾ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ഇംതിയാസുർ റഹ്മാനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് എംപ്ലോയ്മെൻറ്റ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ലോഞ്ച് ചെയ്ത ഒരു പുതിയ പദ്ധതിയാണ്. അതിൻ്റെ പേര് മൾട്ടി ലൊക്കേഷൻ ക്ലെയിം സെറ്റിൽമെൻറ്റ് എന്നാണ്. COVID-19 പശ്ചാത്തലത്തിൽ എംപ്ലോയ്മെൻറ്റ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ ക്ലെയിംസുകളായ പ്രോവിഡൻറ്റ് ഫണ്ടും പെൻഷനും അതുപോലെ തന്നെ പാർഷ്യൽ വിഡ്രോവലും ക്ലെയിംസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ ഏത് റീജിയണൽ ഓഫീസിൽ, ഇന്ത്യയിലെ ഏത് റീജിയണൽ ഓഫീസിലിരുന്ന് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു പദ്ധതി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മൾട്ടി ലൊക്കേഷൻ ക്ലെയിം സെറ്റിൽമെൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. എംപ്ലോയ്മെൻറ്റ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1952 ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസെൻ്റായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഡെലിവറി ബേസ്ഡ് ഗ്യാസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. പ്രകൃതി വാതകമൊക്കെ ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. അതിൻ്റെ പേര് ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ച് എന്നാണ്, IGX. ഇതൊരു വെബ് ബേസ്ഡ് ഇൻ്റർഫേസ് ആണ്. തടസ്സമില്ലാത്ത സേവനം ജനങ്ങളിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ ഡെലിവറി ബേസ്ഡ് ഗ്യാസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേര് ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം എന്നാണ്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് യൂണിയൻ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്ന യൂണിയൻ മിനിസ്റ്റർ ആരാണ്? ശ്രീ ധർമ്മേന്ദ്ര പ്രധാനാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഡെലിവറി ബേസ്ഡ് ഗ്യാസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ച് എന്നാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈയിൽ ലോഞ്ച് ചെയ്ത ഫ്ലഡ് വാർണിംഗ് സിസ്റ്റത്തെ പറ്റിയാണ്. വെള്ളപ്പൊക്കത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം, അതിൻ്റെ പേര് iFlows മുംബൈ എന്നാണ്. 6 മുതൽ 72 മണിക്കൂർ മുന്നേ തന്നെ വെള്ളപ്പൊക്കത്തെ പറ്റിയുള്ള മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന സംവിധാനമാണ് iFlows മുംബൈ. ഈ സിസ്റ്റത്തിലൂടെ വെള്ളപ്പൊക്കത്തിൻ്റെ അളവ് എത്രത്തോളം വലുതാണ്, വെള്ളത്തിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടാകും, അതുപോലെ എത്രത്തോളം വൾണറബിലിറ്റിയും അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഉള്ള നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള റഫ് ഐഡിയ നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ ലഭിക്കും. അപ്പോൾ മുംബൈയിൽ ലോഞ്ച് ചെയ്ത ഇൻ്റഗ്രേറ്റഡ് ഫ്ലഡ് വാർണിംഗ് സിസ്റ്റം iFlows മുംബൈ എന്നാണ്. നിലവിൽ വരുന്ന രണ്ടാമത്തെ സിറ്റിയാണ് മുംബൈ. ഇത് ആദ്യം നിലവിൽ വന്നത് ചെന്നൈയിലായിരുന്നു. നമുക്കറിയാം ചെന്നൈ വെള്ളപ്പൊക്കത്തെ പറ്റി നമ്മൾ ന്യൂസിൽ കണ്ടിരുന്നു. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഫ്ലഡ് വാർണിംഗ് സിസ്റ്റം ആദ്യമായിട്ട് നിലവിൽ വന്നത് ചെന്നൈയിലായിരുന്നു. രണ്ടാമതായിട്ട് ഇപ്പോൾ മുംബൈയിൽ നിലവിൽ വന്നിരിക്കുകയാണ്. മുംബൈയുടെ ചീഫ് മിനിസ്റ്റർ മുംബൈയിൽ ലോഞ്ച് ചെയ്ത ഇൻ്റഗ്രേറ്റഡ് ഫ്ലഡ് വാർണിംഗ് സിസ്റ്റത്തിൻ്റെ പേര് iFlows മുംബൈ എന്നാണ്. വെസ്റ്റ് ബംഗാൾ സംസ്ഥാനം റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത ഒരു ജോബ് പോർട്ടലാണ്. അതിൻ്റെ പേര് കർമ്മോ ഭൂമി എന്നാണ്. COVID-19 പശ്ചാത്തലത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും തിരികെ അവരുടെ നാട്ടിലേക്ക് എത്തിയ IT പ്രൊഫഷണൽസിന് വെസ്റ്റ് ബംഗാളിൽ തന്നെ ജോലി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത ഒരു ഓൺലൈൻ പോർട്ടൽ, അതിൻ്റെ പേര് കർമ്മോ ഭൂമി എന്നാണ്. ഈ പോർട്ടൽ വഴി അവർക്ക് ജോബ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. IT കമ്പനീസിനും അതുപോലെ തന്നെ IT പ്രൊഫഷണൽസിനും ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് ഈ പോർട്ടൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കർമ്മോ ഭൂമി എന്നുള്ളതൊരു ജോബ് പോർട്ടലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിലാണ്. പ്രധാനമായിട്ടും IT പ്രൊഫഷണൽസിനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു ജോബ് പോർട്ടൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൻ്റെ ചീഫ് മിനിസ്റ്റർ നമുക്കറിയാം ശ്രീമതി മമതാ ബാനർജിയാണ്. ഗവർണർ ശ്രീ ജഗദീപ് ധൻകറാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡിസിൻഫെക്റ്റൻറ്റ് ഡിവൈസിനെ പറ്റിയാണ്. അതിൻ്റെ പേര് ജെർമി ബാൻ എന്നാണ്. COVID-19 പശ്ചാത്തലത്തിൽ ഏരിയ സ്റ്റെറിലൈസ് ചെയ്യുന്നതിനും സാനിറ്റൈസ് ചെയ്യുന്നതിനും ഡിസിൻഫെക്റ്റ് ചെയ്ത് അണുവിമുക്തമാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത ഒരു ഡിവൈസ്, അതിൻ്റെ പേര് ജെർമി ബാൻ എന്നാണ്. ഈ ഡിവൈസിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇതൊരു എയർ പ്യൂരിഫയർ ആയിട്ട് കൂടി ആക്ട് ചെയ്യും. അങ്ങനെ എയർ പ്യൂരിഫയർ ആകുന്നത് വഴി വായുവിലുള്ള
ജേംസിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് തെലങ്കാനയിലെ, ഈ ഡിവൈസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഹൈദരാബാദിലെ അടൽ ഇൻക്യുബേഷൻ സെൻറ്ററിലെ നിയോ ഇൻവെൻട്രോണിക്സ് എന്ന സ്ഥാപനവും അതോടൊപ്പം തന്നെ അസോസിയേഷൻ ഓഫ് ലേഡി എൻ്റർപ്രണേഴ്സ് ഓഫ് ഇന്ത്യ എയ്ലീപ് വിമൻ എൻ്റർപ്രണേഴ്സ് ഹബും ചേർന്നാണ്. എയ്ലീപ് ഹബ് പ്രവർത്തനം നടത്തുന്നത് അടൽ ഇന്നൊവേഷൻ മിഷൻ്റെയും നീതി ആയോഗിൻ്റെയും സപ്പോർട്ടോടുകൂടിയാണ്. പ്രധാനമായിട്ടും ഈ ഡിവൈസ് ജെർമി ബാൻ എന്ന ഡിവൈസ് ഐസൊലേഷൻ വാർഡുകളിലും അതുപോലെ തന്നെ ക്വാറന്റൈൻ സെൻറ്റേഴ്സിലും ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ പബ്ലിക് പ്ലേസിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏരിയ സാനിറ്റൈസ് ചെയ്യുന്നതിനും സ്റ്റെറിലൈസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ എയർ പ്യൂരിഫയർ ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് വായുവിൽ ജേംസിനെയൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത ഒരു ഡിവൈസാണ് ജെർമി ബാൻ. ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നിയോ ഇൻവെൻട്രോണിക്സും ഹൈദരാബാദിലെ എയ്ലീപ് വി ഹബും ചേർന്നാണ്. വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ലോഞ്ച് ചെയ്ത ഒരു സ്ഥാപനമാണ് അസോസിയേഷൻ ഓഫ് ലേഡി എൻ്റർപ്രണേഴ്സ് ഓഫ് ഇന്ത്യ വിമൻ എൻ്റർപ്രണേഴ്സ് ഹബ് എന്നുള്ളത്. അടൽ ഇന്നൊവേഷൻ മിഷൻ, കേന്ദ്ര പദ്ധതിയായ അടൽ ഇന്നൊവേഷൻ മിഷൻ്റെയും അതുപോലെ തന്നെ നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയുടെയും സഹായത്തോടു കൂടിയാണ് എയ്ലീപ് ഹബ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലെ ഹൈദരാബാദിലാണ്. ചെയർപേഴ്സൺ ആയിട്ടുള്ള വ്യക്തി ശ്രീമതി കെ രമാദേവിയാണ്. അപ്പോൾ നിയോ ഇൻവെൻട്രോണിക്സും എയ്ലീപ് വി ഹബും ചേർന്ന് ലോഞ്ച് ചെയ്തൊരു ഡിവൈസാണ് ജെർമി ബാൻ. തെലങ്കാന സംസ്ഥാനം നിലവിൽ വരുന്നത് 2014 2014 ജൂൺ മാസം 2-ാം തീയതിയാണ്. തെലങ്കാനയുടെ ക്യാപിറ്റൽ ഹൈദരാബാദാണ്. ആകെയുള്ള ജില്ലകളുടെ എണ്ണം 33. ഗവർണർ ശ്രീമതി തമിലിസൈ സൗന്ദരരാജനാണ്. ചീഫ് മിനിസ്റ്റർ ശ്രീ ചന്ദ്രശേഖർ റാവു ആണ്. ഇനി നമുക്ക് തെലങ്കാനയിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൈദരാബാദിലെ മഹാവീർ ഹരിണ വനസ്ഥാലി നാഷണൽ പാർക്ക്, അതുപോലെ KBR നാഷണൽ പാർക്ക്, കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി നാഷണൽ പാർക്ക്, അതുപോലെ മൃഗവാണി നാഷണൽ പാർക്ക്. ഇപ്പോൾ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ ഹൈദരാബാദിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? മൃഗവാണി നാഷണൽ പാർക്ക്, അതുപോലെ KBR നാഷണൽ പാർക്ക്, മഹാവീർ ഹരിണ വനസ്ഥാലി നാഷണൽ പാർക്ക്. അതുപോലെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി കൂടി പ്രധാനപ്പെട്ടതായിട്ടുണ്ട്, കവാൽ വൈൽഡ് ലൈഫ് സാഞ്ചുറി, മഞ്ചേരിയൽ ഡിസ്ട്രിക്റ്റിലെ കവാൽ വൈൽഡ് ലൈഫ് സാഞ്ചുറി. അപ്പോൾ ഇതൊക്കെയാണ് തെലങ്കാന സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളും അതുപോലെ വന്യജീവി സങ്കേതങ്ങളും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെയിലി കറണ്ട് അഫേഴ്സ് ടോപ്പിക്സ് ആണ്. ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.